കൊച്ചുത്രേസ്യയ്ക്ക് 6-7 വയസ്സുണ്ടായിരുന്നപ്പോൾ അപ്പച്ചനോടും പൗളിൻ ചേച്ചിയോടുമൊപ്പം ത്രൂവിലെ കടൽ തീരത്തിരുന്നപ്പോൾ അവളിലുളവായ അനുഭൂതികളെക്കുറിച്ച് ആത്മകഥയിൽ അവൾ പറയുന്നു. സന്ധ്യയായപ്പോൾ സൂര്യൻ പ്രഭാപൂരിതമായ ഒരു പാതയിലൂടെ കടന്ന് കര കാണാത്ത ജലാശയത്തിലെ തിരമാലകൾക്കിടയിൽ കുളിക്കുവാൻ തുടങ്ങുമെന്ന് തോന്നിപ്പോകുന്ന ആ സമയത്ത് പൗളീൻ ചേച്ചിയും ഒന്നിച്ച് വിജനമായ പാറപ്പുറത്ത് പോയി ഞാനിരുന്നു. സുവർണ സരണി എന്ന ഹൃദയസ്പർശിയായ കഥ അപ്പോൾ ഞാൻ ഓർത്തു. ഉദ്ദീപമായിരുന്ന സരണിയിൽ തന്നെ സൃഷ്ടി ഉറപ്പിച്ചുകൊണ്ട് ഞാൻ വളരെ നേരം ഇരുന്നു. മനോഹരമായ വെള്ളപ്പായ കെട്ടിയ കുഞ്ഞുവഞ്ചി സഞ്ചരിക്കേണ്ടുന്ന മാർഗത്തെ പ്രകാശിപ്പിക്കുന്ന വരപ്രസാദത്തിൻ്റെ പ്രതിരൂപമായിരുന്നു അത്. പൗളിൻ ചേച്ചിയുടെ അടുത്തിരുന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്തു, യേശുവിൻ്റെ വീക്ഷണത്തിൽ നിന്ന് എൻ്റെ ആത്മാവിനെ ഞാൻ ഒരിക്കലും അകറ്റുകയില്ല എന്ന്. അങ്ങനെ സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കി അവൾ ഭദ്രമായി പ്രയാണം ചെയ്യട്ടെ. കൊച്ചുത്രേസ്യയുടെ ജീവിതത്തിലെ ചില പ്രതിസന്ധി ഘട്ടങ്ങളെ വിശദീകരിക്കുവാൻ അവൾ പ്രപഞ്ച പ്രതിഭാസങ്ങളുമായി തന്നെ താരതമ്യം ചെയ്യുമായിരുന്നു. ഉദാഹരണമായി കർമ്മലമഠത്തിൽ പ്രവേശിക്കാനായി അമ്മാച്ചൻ്റെ അനുവാദത്തിനായി ചൊല്ലുന്ന സംഭവം, നവമാലിക 161 പേജ്. റോമിലേക്കുള്ള യാത്രയിലെ അനുഭവം, നവമാലിക 150. വ്രതവാഗ്ദാന ദിവസം പ്രപഞ്ചത്തിലുണ്ടായ മാറ്റങ്ങളെപ്പറ്റി 238. അവൾ പറയുമ്പോൾ പ്രകൃതിയിലെ മാറ്റങ്ങളിലൂടെ ദൈവിക സാന്നിധ്യത്തെയും അവൾക്കായി ഒരുക്കിയിരിക്കുന്ന ദൈവിക പദ്ധതികളെയും അവൾക്ക് ദർശിക്കുവാൻ സാധിച്ചു. പ്രകൃതിയിൽ ലയിച്ചു ചേർന്ന് ദൈവത്തിൽ എത്തിച്ചേർന്ന വലിയ വിശുദ്ധിയാണ് ലിസ്യുവിലെ കൊച്ചുത്രേസ്യ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.